അന്ന് നമ്മൾ യുദ്ധം ചെയ്തത് നമ്മളെ കോളനിവൽക്കരിച്ചവർക്കെതിരെയാണ്. എന്നാൽ ഇന്ന് നാം യുദ്ധം ചെയ്യുന്നത് അന്ന് കോളനിവൽക്കരിക്കുന്നവരോടൊപ്പം കൂടി നമ്മളെ വേട്ടയാടിയവർക്കെതിരെയാണ്. അതെ, ഇന്ന് നമ്മുടെ യുദ്ധം ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയവർക്കെതിരെയാണ് എന്ന് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് മുംബൈയിൽ പിണറായി വിജയൻ. Let me express solidarity in the struggles that are being waged across the city in defense of our secularism and the Indian Constitution. കേരളത്തിലും താരം, ഇപ്പോൾ ദേശീയ തലത്തിലും താരം, മുംബൈയിലെ ആ വേദിയിലും നിറ കയ്യടി നേടി താരമായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അതെ, ഈ സഖാവിന്റെ പോരാട്ടം കണ്ട് വിറച്ചു പോയിരിക്കുകയാണ് ദേശീയ തലത്തിൽ സംഘപരിവാർ. തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന മുംബൈ കളക്റ്റീവ് സംഘടിപ്പിച്ച വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറിന് നേരെ, RSSന് നേരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ പ്രകടമാക്കിയത്. സർ, നിങ്ങൾ അവിടെ പറഞ്ഞ വാക്കുകൾ അത് കേരളീയർ പറയാൻ ആഗ്രഹിച്ച വാക്കുകളാണ്. മുംബൈയിൽ നിങ്ങൾ തുറന്നടിച്ച് RSSനെ വിറപ്പിച്ചത് കേരളീയരുടെ മനസ്സാക്ഷിയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും എന്താണ് പിണറായി വിജയൻ എന്നുള്ളത്. കേരളത്തിൽ ചില നീക്കങ്ങൾ ഞങ്ങൾ സംഘപരിവാറിനെതിരെ നടത്തി. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഞങ്ങൾ ചില നിർണായക നീക്കങ്ങൾ നടത്തി. നിയമസഭക്കകത്ത് പ്രമേയം കൊണ്ടുവന്നു. നിയമസഭയിൽ പല നീക്കങ്ങൾക്കും ഞങ്ങൾ ചുക്കാൻ പിടിച്ചു. ഒപ്പം മാന്യമായ രീതിയിൽ സമര മുറകളുമായി കേരളത്തിന്റെ തെരുവുകൾ സജീവമായി. അതിനോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. ഇപ്പോൾ ഞങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ കേരളത്തിനെ കണ്ടുകൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങൾ അത് ഏറ്റുപിടിച്ച് മുന്നിൽ വരികയും ചെയ്തു. പിണറായി വിജയൻ തുറന്നടിച്ചു പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ യുദ്ധം ഏറ്റുപിടിക്കാൻ മറ്റുള്ളവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ സത്യമുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ അത് ഏറ്റുപിടിക്കാൻ തയ്യാറായത് എന്ന് മുംബൈ കളക്റ്റീവ് സംഘടിപ്പിച്ച വേദിയിൽ പിണറായി വിജയൻ തുറന്നടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലേക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയുടെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള CPMന്റെ നേതാവിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരഞ്ഞെടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിന്റെ കൃത്യമായ പോരാട്ടം, കേരളത്തിന്റെ കൃത്യമായ സന്ധിയില്ല സമരം, RSSനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിക്കൽ, ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ മികവോട് കൂടിയാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഇനി പിണറായി കേരളത്തിന്റെ നേതാവ് മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവും കൂടിയാണ് പിണറായി വിജയൻ. മുംബൈ കളക്റ്റീവിന്റെ വേദിയിൽ RSSനെതിരെ തുറന്ന പോരാട്ടം നടത്തുന്ന വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹം സമ്മാനിച്ചത്. RSSന്റെ ഇതുപോലെയുള്ള കരിനിയമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിവും ശക്തിയുമുണ്ട്. അതുപയോഗിച്ച് നമ്മൾ തെരുവിലിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മളെ കോളനിവൽക്കരിച്ചവർ അതേ രീതിയിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യക്കകത്തുള്ളവർ കോളനിവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി ചിത്രീകരിക്കും എന്ന ഒരു സൂചന കൂടിയാണ് പിണറായി വിജയൻ മുംബൈ കളക്റ്റീവിന്റെ വേദിയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും മുംബൈയിൽ തിളങ്ങിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. The taste of your mind. Kiwi ice cream. Chill the fun.